ഹായ് ലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു 40 വയസ്സ് കഴിഞ്ഞാൽ തന്നെ നമ്മളെ സ്കിന്ന് നല്ല രീതിയിൽ നമ്മളൊരു സ്കിൻ ടോണെ മാറിയിട്ട് ഭയങ്കര ഡൾ ആവാൻ തുടങ്ങും. അതുപോലെ ഭയങ്കര ഡ്രൈ ആയിട്ട് മാറും. പിന്നെ നിങ്ങൾ ആ ഒരു ടൈറ്റ്നസ് ഒക്കെ മാറിയിട്ട് ഭയങ്കര സാഗി ഒരു കുഴഞ്ഞ പോലെ ഒരു ഫീലിലേക്ക് നമ്മളെ സ്കിന്ന് മാറി വരുന്ന ഒരു അവസ്ഥ വരും. അത് നമ്മൾ ഈ ഒരു ഏജിങ് പ്രോസസ്സിന്റെ ഒരു കാര്യം കൊണ്ട് തന്നെയാണ്. നമുക്ക് ശ്രദ്ധിച്ചാൽ മാറ്റാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഈ ഒരു ടൈമിൽ തന്നെയാണ് നമുക്ക് റിങ്കിൾസും അതുപോലെ ഫൈൻ ലൈൻസ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നിങ്ങളുടെ ഫേസിൽ വിസിബിൾ ആയിട്ട് കാണാം. അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് പിമ്പിൾസ് അല്ലെങ്കിൽ പിഗ്മെന്റേഷൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ടാൻ അടിച്ച കാര്യങ്ങളൊക്കെ നമ്മളത് ഒഴിവാക്കാതെ നിർത്തിക്കൊണ്ട് പോവുകയാണെങ്കിൽ നമുക്കത് നല്ല രീതിയിൽ ഈ ഒരു ടൈം ആകുമ്പോഴേക്ക് കൂടുതലായിട്ട് നിങ്ങളുടെ ഫേസിൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് നല്ല വിസിബിൾ ആയിട്ട് അത് കാണാൻ തുടങ്ങും. അപ്പൊ ഈ ഒരു പ്രശ്നത്തിന് മെയിൻ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏജ് കൂടി വരുന്നതോറും നമ്മളെ സ്കിന്നില് അല്ലെങ്കിൽ നമ്മളെ ബോഡിയിൽ കൊളാജിന്റെ പ്രൊഡക്ഷൻ കുറഞ്ഞു വരും. ഈ ഒരു അവസ്ഥയിലാണ് നമുക്ക് ഇതേപോലെ നമ്മളെ സ്കിന്ന് ഭയങ്കര ഡൾ ആവുക, അല്ലെങ്കിൽ ഇതേപോലെ ഭയങ്കരമായിട്ട് കൊഴിഞ്ഞ പോലെ തോന്നുക, ഭയങ്കര ഒരു എന്താ പറയാ ഡ്രൈ ആയിട്ട് മാറുക, ഇങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ വരും. നല്ല രീതിയിൽ ഏജിങ് നമ്മളെ ഫേസിലേക്ക് മനസ്സിലാവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുക ഈ ഒരു പ്രശ്നം കൊണ്ടാണ്. അപ്പൊ നിങ്ങൾ ശരിക്കും ഒരു 25 വയസ്സ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിന് വേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു തുടങ്ങും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു 40 വയസ്സുള്ള കഴിഞ്ഞാൽ തന്നെ നമുക്ക് സ്കിന്ന് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയും. അപ്പൊ നിങ്ങൾ ഇപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിൻ കെയർ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് മുതൽ തുടങ്ങാം. അതിന് നിങ്ങൾക്ക് ഇത്ര വയസ്സായി, ഇത്ര കുറെ കാലമായി, ഇത്രയും കാലം ചെയ്തില്ല, ഇനി അങ്ങനത്തെ ഒരു ചിന്തയൊന്നും വേണ്ട. നമുക്ക് ഇന്ന് മുതൽ തുടങ്ങാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് മുതൽ തന്നെ തുടങ്ങാം. അപ്പൊ നമുക്ക് ഈ ഒരു കാര്യം ഞാൻ സിമ്പിൾ ആയിട്ടൊരു ടിപ്പ് പറഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആവുന്നതായിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസിൽ ആ ഒരു 1 ഡേ യൂസിൽ തന്നെ നിങ്ങളുടെ ഫേസിലുള്ള മാറ്റം നിങ്ങൾക്ക് മനസ്സിലാവും. അത് നിങ്ങൾ ഏത് കാറ്റഗറി ഏജിലുള്ള ആളുകളാണെങ്കിലും നിങ്ങൾ ചെയ്തു നോക്കുക. നിങ്ങളുടെ ഫേസിലുള്ള മാറ്റം ഇനി ഇത് ബോയ്സ് ആണെങ്കിലും ഗേൾസ് ആണെങ്കിലും നിങ്ങൾക്ക് ഒരുപോലെ യൂസ്ഫുൾ ആവുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ ഇതുവരെ സ്കിൻ കെയർ ചെയ്യാത്ത ആളുകളാണെങ്കിലും നിങ്ങൾ എന്തായാലും ചെയ്യുക. അപ്പം ഈ ഒരു കാര്യം എന്താ ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിന് മുന്നേ നമ്മളൊരു ചാനൽ ആദ്യമായിട്ട് ആരെയും കാണുകയാണെങ്കിൽ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ നമ്മളെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അപ്പൊ നമുക്ക് ഇത് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. അപ്പൊ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു പങ്കിനാണ്, അതായത് നമുക്ക് മത്തങ്ങയാണ് വേണ്ടത്. ഒരു മെച്യൂർ ആയിട്ടുള്ള സ്കിന്നിന് വേണ്ട എല്ലാ മിനറൽസും വിറ്റാമിൻസും ആന്റി ഓക്സിഡൻസും അടങ്ങിയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു മത്തങ്ങ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് മെയിൻ ആയിട്ടുള്ള നമ്മളെ ഇൻഗ്രീഡിയന്റ് വരുന്നത് മത്തങ്ങയാണ്. ഈ ഒരു മത്തങ്ങയിൽ വിറ്റാമിൻ എ അടങ്ങിയിട്ടുണ്ട്. ഈ ഒരു വിറ്റാമിൻ എ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ബോഡിയിൽ കൊളാജിന്റെ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു വിറ്റാമിൻ എ ഹെൽപ്പ് ചെയ്തതാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട്. ഈ ഒരു വിറ്റാമിൻ സി ആന്റി ഏജിംഗ് പ്രോപ്പർട്ടീസ് ഉള്ളതാണ്. അതുപോലെ തന്നെ നമ്മളെ സ്കിന്നിനെ കുറച്ചും കൂടി ബ്രൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു വിറ്റാമിൻ സി വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ വിറ്റാമിൻ ഇ അടങ്ങിയിട്ടുണ്ട്. വിറ്റാമിൻ നമ്മുടെ സ്കിന്നിനെ ഡ്രൈ ആവാതെ നിൽക്കാൻ വേണ്ടിയിട്ടും ഹൈഡ്രേറ്റഡ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടും കൂടെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഇതിൽ സിങ്ക് അടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് മിനറൽസ് കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ തന്നെ നമ്മുടെ സ്കിന്നിന് നല്ല സ്മൂത്ത് ആയി വെക്കാൻ വേണ്ടിയിട്ടും സോഫ്റ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടും പിഗ്മെന്റേഷൻ കാര്യങ്ങളൊക്കെ ഒഴിവാക്കി എടുക്കാൻ വേണ്ടിയിട്ടും കൂടെ ഹെൽപ്പ് ചെയ്യുന്ന ഘടകങ്ങളാണ് ഈ ഒരു മത്തങ്ങയിലുള്ളത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് നമ്മളെ ഇൻഗ്രീഡിയന്റ് വരുന്നത് മത്തങ്ങയാണ്. അത് നിങ്ങളൊരു കുഞ്ഞു പീസ് നമ്മൾ ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്തായാലും ഒരു എല്ലാ വീട്ടിലും ഉണ്ടാവുന്ന ഒരു സാധനമാണ്. അപ്പൊ നിങ്ങൾക്ക് അത്ര ഭയങ്കര എക്സ്പെൻസ് കൊടുത്തിട്ട് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പീസ് മത്തങ്ങ നിങ്ങൾക്കായിട്ട് മാറ്റി വെക്കുക. അപ്പൊ അതാണ് നമുക്ക് ഫസ്റ്റ് വേണ്ടത്. പിന്നെ നമുക്ക് വേണ്ടത് എഗ് വൈറ്റ് ആണ്. എഗ് വൈറ്റിന്റെ കാര്യം നിങ്ങൾക്ക് അറിയാം. എഗ് വൈറ്റ് നമ്മുടെ സ്കിന്നിനെ ഓപ്പൺ പോൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മുടെ സ്കിന്നിനെ അല്ലെങ്കിൽ നമ്മുടെ ഫേസ് സ്കിന്നിനെ തന്നെ ഭയങ്കരമായിട്ട് ടൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഒരു എഗ് വൈറ്റ്. നിങ്ങൾക്ക് അറിയാം. പിന്നെ ബ്രൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ പിമ്പിൾസ് ആക്നെ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കി സ്കിന്ന് നല്ല ക്ലിയർ ആക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മളെ എഗ് വൈറ്റ് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ നമുക്ക് ലാസ്റ്റ് ആയിട്ട് വേണ്ടത് നിങ്ങൾക്ക് ഒന്നെങ്കിലും മിൽക്ക് എടുക്കുക അല്ലെങ്കിൽ ഇതിലേക്ക് തേൻ എടുക്കുക. ഇങ്ങനെ 2 ഇൻഗ്രീഡിയന്റ് ഉണ്ട്. അത് നിങ്ങൾക്ക് ഏത് വേണം, നിങ്ങൾക്ക് ഏതാണോ ഉള്ളത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. തേനാണെങ്കിൽ നിങ്ങൾക്ക് തേൻ എടുക്കാം, അല്ല നിങ്ങൾക്ക് പാലാണ് അതായത് മിൽക്കാണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് അത് എടുക്കുക. ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മത്തങ്ങ എടുക്കുക. നിങ്ങൾക്ക് അതിന്റെ തൊലി കളയണം എന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, വാഷ് ചെയ്തിട്ട് മത്തങ്ങ കുഞ്ഞു കുഞ്ഞു പീസ് ആക്കിയിട്ട് നിങ്ങൾക്ക് എത്രയാണോ നിങ്ങളുടെ ഫേസിലേക്ക് വേണ്ടത് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതൊന്ന് വേവിച്ചെടുക്കുക. കുറച്ച് അത്യാവശ്യം വെള്ളത്തെ ഉപയോഗിച്ചിട്ട് അത് വേവിച്ചെടുക്കുക. ഇടയ്ക്കൊന്ന് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും വെന്തിട്ടുണ്ടോന്നുള്ളത്. അത്യാവശ്യം നല്ല രീതിയിൽ വേവിച്ചെടുത്തതിന് ശേഷം ഒന്നും ഇടണ്ട, സാധാ വെള്ളത്തിൽ വേവിച്ചെടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇത് വേവിച്ച് കഴിഞ്ഞ ശേഷം മിക്സിയിലിട്ട് നല്ല രീതിയിൽ ഫൈൻ ആയിട്ട് ഒരു ക്രീം പോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, മിക്സിയിലിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഒരു എഗ് വൈറ്റ് ആഡ് ചെയ്യുക. നിങ്ങൾ താറാവുട്ട അങ്ങനത്തെ ഒന്നും എടുക്കരുത്, എഗ് വൈറ്റ് ആണ്. എഗ് വൈറ്റ് എടുക്കണം. എഗ് വൈറ്റ് ആഡ് ചെയ്യുക. അതിലേക്ക് നിങ്ങൾ നമ്മുടെ ഓപ്ഷൻ ആയിട്ട് പറഞ്ഞാൽ ഒന്നെങ്കിൽ നിങ്ങൾ തേൻ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ചില മിൽക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് മിക്സ് ചെയ്യുക. അത് 1 സ്പൂൺ ആഡ് ചെയ്താൽ മതി. പാലാണെങ്കിലും തേനാണെങ്കിലും 1 സ്പൂൺ ആഡ് ചെയ്ത് എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് നിങ്ങളെ ഫേസിൽ അപ്ലൈ ചെയ്യുക. ഈ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നല്ല രീതിയിൽ നിങ്ങളെ ഫേസ് വാഷ് ചെയ്യുക. നിങ്ങൾ ഫേസ് വാഷ് വെച്ചിട്ട് വാഷ് ചെയ്ത് അങ്ങനെ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെറിയതായിട്ടൊരു സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഒന്നെങ്കിൽ നിങ്ങൾ അരിപ്പൊടി മധുസാര വെച്ച് സ്ക്രബ് ചെയ്യുക, അല്ലെങ്കിൽ അരിപ്പൊടി കാപ്പിപ്പൊടി വെച്ച് സ്ക്രബ് ചെയ്യാൻ പറ്റും. അത് ഏതെങ്കിലും ഒരു രീതി, അല്ലെങ്കിൽ സിംഗിൾ ആയിട്ട് നമ്മൾ അരിപ്പൊടി മാത്രം യൂസ് ചെയ്തിട്ട് നമ്മളെ ഫേസ് ഒന്ന് സ്ക്രബ് ചെയ്യുക. ഒരു 2 മിനിറ്റ് ജസ്റ്റ് ജെന്റലായിട്ട് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾ ഉദ്ദേശിച്ചത് നമ്മൾ ഈ ഒരു പാക്ക് നിങ്ങളെ ഫേസിൽ അപ്ലൈ ചെയ്യുക. ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ ശേഷം അത് അങ്ങനെ തന്നെ ഒരു 30 മിനിറ്റ് വെച്ചേക്കുക. അത് ഡ്രൈ ആവുന്നവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. അത് ലൈറ്റ് ആയിട്ട് വെച്ചിട്ട് അവിടെ ഒഴിവാക്കരുത്. ഡ്രൈ ആവുന്നവരെ
നിങ്ങൾ വെയിറ്റ് ചെയ്യുക. മാക്സിമം ഒരു 30 മിനിറ്റ് മതിയാവും. എന്നിട്ട് നിങ്ങൾ ആ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഒരിക്കലും കൂടുതൽ സംസാരത്തിൽ നിൽക്കരുത്. നമുക്ക് എന്താ വെച്ചാൽ ഈ ഒരു ഇങ്ങനെ സംസാരിക്കാൻ ചിലപ്പോൾ റിങ്കിൾസ് വീഴാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സംസാരിക്കാൻ നിൽക്കരുത്. അതൊരു ടൈറ്റ് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. എന്നിട്ട് നിങ്ങൾ അത് ചെയ്യാൻ നോർമൽ വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാം. ഇത് നിങ്ങൾ കഴിയുന്നതും റെഗുലർ ആയിട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഫേസിനും സ്കിന്നിനും ഒക്കെ അടിപൊളിയായിട്ടുള്ള റിസൾട്ട് വരും. നിങ്ങൾക്ക് 1 ഡേനെ കൊണ്ട് തന്നെ ഇതിന്റെ അടിപൊളി റിസൾട്ട് നിങ്ങൾക്ക് ഫേസിൽ മനസ്സിലാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഏത് ഏജിലാണ് ഈ ഒരു വീഡിയോ കാണുന്നത് എനിക്ക് അറിയാം. അപ്പൊ നിങ്ങൾ ഏത് ഏജിലാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിലും നിങ്ങൾക്ക് അന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഒരു 40 വയസ്സ് കഴിഞ്ഞാലും നിങ്ങളുടെ സ്കിന്ന് നല്ല അടിപൊളിയായിട്ട് നിൽക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി പാക്ക് തന്നെയാണിത്. നിങ്ങൾക്ക് അത് ഏത് കാറ്റഗറി, നിങ്ങൾ ഏത് ഏജ് കാറ്റഗറി ആണെങ്കിലും നിങ്ങൾ അത് യൂസ് ചെയ്തോളാം. നിങ്ങളുടെ സ്കിന്നൊന്നും പ്രശ്നം ഉണ്ടാവില്ല. നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് നിങ്ങൾ ആ സ്കിന്നിന് വരുന്ന മാറ്റം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അപ്പൊ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്ന് കുറച്ചും കൂടി ആ ഒരു ഏജിങ്ങിലേക്ക് കടക്കാതെ നമുക്ക് ഒരു ചെറുപ്പം നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തൊരു പാക്കും കൂടി ആയിരിക്കും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി വരുന്നു. അപ്പൊ നമ്മളെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് അറിയാൻ കാണണമെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.